നമ്മൾ പല അസുഖങ്ങളും റോബോട്ടിക് സർജറി ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസേഴ്സ്, കിഡ്നിയുടെ ക്യാൻസേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ യൂറോളജിയിൽ മെയിനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ റോബോട്ടിക് സർജറിയെ പറ്റി സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യൻസ് വളരെയധികം ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഞാൻ വളരെ ക്യൂറിയസ് ആയിട്ട് തോന്നുന്ന ഒരു ഡൗട്ട് ഇതാണ്. ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, സാറേ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്ന ദിവസം സാറ് ലീവൊന്നും അല്ലല്ലോ, സാർ അവിടെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് റോബോട്ടിക് സർജറിയെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ടി വിക്കകത്തൊക്കെ കാണുന്ന പോലെ ഒരു യന്ത്രമനുഷ്യനോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല നമ്മുടെ ഈ ഉപയോഗിക്കുന്ന റോബോട്ട്. നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി എന്ന് പറഞ്ഞ ഒരു റോബോട്ടാണ്. ഇൻറ്റ്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്, അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ ഡാവിഞ്ചി എന്ന് പറഞ്ഞ XI മോഡലാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റോബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തന്നെ ഇതിനെ ആലോചിക്കാനോ അല്ലെങ്കിൽ തന്നെ സർജറി ചെയ്യാനോ ഉള്ളൊരു കഴിവില്ല. ഇതൊരു മാസ്റ്റർ സ്ലേവ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഒരു യജമാനനും ഒരു അടിമയും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ പോലെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജനാണ് മാസ്റ്റർ. അതേസമയത്ത് ഈ ഓപ്പറേഷൻ നമുക്കെന്നാൽ ചെയ്തു തരുന്ന റോബോട്ടാണ് ഇതിലെ അടിമ. ഇതിൻ്റെ അകത്ത് ഈ യജമാനൻ എന്ത് സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ആ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അത് അതേസമയം തത്സമയം ലൈവായിട്ട് അത് ഈ സ്ലേവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ റോബോട്ടിന് ഫങ്ഷനുള്ളൂ. ഈ റോബോട്ടിന് സ്വയമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയില്ല, അതുപോലെ തന്നെ റോബോട്ടിന് സ്വന്തമായിട്ട് ഇഷ്ടത്തിന് ചെയ്യാനുള്ള ശേഷിയുമില്ല. അതേ സമയത്ത് റോബോട്ടിന് ആകെയുള്ള ശേഷി കുറച്ച് സേഫ്റ്റി മെക്കാനിസംസ് ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ സർജൻ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് അതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചു. ഇതല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും റോബോട്ടിനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സർജൻ ഇല്ലാതെ റോബോട്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. റോബോട്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നല്ലൊരു എക്സ്പീരിയൻസ്ഡ്, വെൽ ട്രെയിൻഡ് ആൻഡ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർജൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ളൊരു ടൂളായിട്ട് മാത്രമേ റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റോബോട്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 പീസായിട്ടാണ് വരുന്നത്. ഒരു ഭാഗത്തിന് പറയുന്നത് സർജൻ കോൺസോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു എക്യുപ്മെൻറ്റ്, അവിടെയാണ് നമ്മുടെ സർജൻ ഇരിക്കുന്നത്. നമ്മുടെ സർജൻ്റെ ഈ റോബോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അതിലാണ്. അപ്പോൾ സർജൻ അവിടെ ഇരുന്ന് ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് റോബോട്ടിനെ ചലിപ്പിക്കാനായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യും. അത് തന്നെ റോബോട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് അകത്ത് ചെയ്യുകയാണ് ചെയ്യാറ്. രണ്ടാമത്തെ ഭാഗമാണ് പേഷ്യൻ്റ് കാർട്ട്. ഇതാണ് നമ്മുടെ റോബോട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന ആംസ്. ഇതാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ മേളിലോട്ട് കണക്ട് ചെയ്യുന്നതും നമ്മൾ താക്കോൽ ദ്വാരം വഴി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നത്. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കൂടാതെ ഒരു ക്യാമറയും കൂടി ഇടും. ഈ ക്യാമറയിൽ നിന്ന് വരുന്ന വിഷ്വൽ ഫീഡാണ് നമ്മുടെ സർജൻ കോൺസോളിൽ ഇരുന്ന് കാണുന്നത്. അപ്പോൾ സർജൻ കോൺസോളിൽ ഇരുന്ന് സർജൻ ചെയ്യുന്നതിൻ്റെ അതേ കാര്യങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഈ പേഷ്യൻ്റ് കാർട്ടാണ് പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ ചെന്നത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, സർജൻ നമ്മൾ സാധാരണയുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ സർജറിയിലോ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടേബിളിൽ തൊട്ടടുത്ത് നിന്നായിരിക്കും സർജറി ചെയ്യുന്നത്. നമ്മുടെ റോബോട്ടിക് സർജറി വ്യത്യസ്തമായിട്ട് ഈ സർജൻ കുറച്ച് മാറി ഒരു ഫ്യൂ ഫീറ്റ് അല്ലെങ്കിൽ 1-2 മീറ്റർ മാറി സർജൻ കോൺസോളിൽ ഇരുന്നായിരിക്കും സർജറി ചെയ്യുന്നത്. ആ സമയത്ത് ഈ റോബോട്ടിൻ്റെ പേഷ്യൻ്റ് കാർട്ടാണ് ഈ പേഷ്യൻറ്റിന് ഡയറക്റ്റ്ലി മേളിലുണ്ടാവുക. അതാണ് തത്സമയം ഈ സർജൻ ചെയ്യുന്ന അതേ പരിപാടിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെയ്തു തരുന്നത്. പിന്നെ മൂന്നാമതൊരു പീസ് ഉണ്ട്, അതിലാണ് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റും വിഷൻ കാർട്ടും വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സർജറിക്ക് ഒരു റോബോട്ടിക് സർജൻ മാത്രം അല്ല, സർജറി എപ്പോഴും ഒരു ടീമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നേഴ്സ് ഉണ്ടാവും, നമുക്കൊരു അസിസ്റ്റൻറ്റ് സർജൻ ഉണ്ടാവും, അപ്പം അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും, പിന്നെ ടെക്നീഷ്യൻസ്. അപ്പം ഈ നമ്മുടെ സർജറിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് തത്സമയം ഈ അസിസ്റ്റ് ചെയ്യുന്ന സർജനും അതുപോലെ തന്നെ നേഴ്സിനും കാണേണ്ട അത്യാവശ്യം. അങ്ങനെയാണെങ്കിലുള്ള അവർക്ക് ഓരോ സ്റ്റെപ്സ് മുൻകൂട്ടി നമ്മളെ സഹായിക്കാനും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നോക്കി അവർക്ക് സഹായിക്കാനും പറ്റും. അപ്പം ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അവർ കാണുന്നത് നമ്മുടെ ഈ വിഷൻ കാർട്ട് വെച്ച്. അത് വിഷൻ കാർട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. അതിൽ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിലാണ് നമ്മുടെ നേഴ്സ്, നമ്മുടെ അസിസ്റ്റൻറ്റ് സർജനും ഈ എന്ത് സർജറിയാണ് നടക്കുന്നതെന്നുള്ളത് കാണുക. അതുകൂടാതെ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ സർജറിക്ക് യൂസ് ചെയ്യുന്ന കോട്ടറി, അതുപോലെ തന്നെ ഇൻസഫ്ലേറ്റ് ചെയ്യാൻ നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ കൺട്രോൾസ്, ഇതിൻ്റെ ഹോൾ ബ്രെയിൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ പേഷ്യൻ്റ് കാർട്ടിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിക്കകത്ത് കാണുന്ന പോലത്തെ ഒരു റോബോട്ടല്ല.
ഒരു ഒരു മനുഷ്യൻ്റെ ഒരു ആകൃതിയിലുള്ള ഒരു സ്ട്രക്ചറോ അങ്ങനെയൊന്നും അല്ല. ഇതൊരു 3 പീസായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു പീസിൽ നമ്മളെ സർജൻ ഇരിക്കും, അവിടെ ഓപ്പറേഷൻ ചെയ്യും. രണ്ടാമത്തെ പേഷ്യൻ്റ് കാർട്ട് നമ്മുടെ ഈ സർജറി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ വിഷൻ കാർട്ട് എന്ന് പറഞ്ഞൊരു സാധനം, അതിലാണ് ഈ സ്ക്രീനും കാര്യങ്ങളും ഉണ്ട്. അതിൽ നോക്കിയാണ് നമ്മുടെ നഴ്സുമാരും അസിസ്റ്റൻറ്റ് സർജനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റോബോട്ടിക് സർജറിയെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.